ദില്ലി സ്ഫോടനത്തിൽ ഹരിയാനയിലെ അൽഫല സർവകലാശാല കേന്ദ്രീകരിച്ച് അന്വേഷണം. സ്ഫോടനത്തിന് ഉപയോഗിച്ച i20 കാർ സൂക്ഷിച്ചത് അൽഫല സർവകലാശാലയിലാണ്. സ്ഫോടനത്തിന് മുൻപുള്ള 12 ദിവസം കാർ പുറത്തിറക്കിയില്ല. ഡോക്ടർ മുസമ്മിലിന്റെ അറസ്റ്റിന് പിന്നാലെ സ്ഫോടന ദിവസം രാവിലെ ഉമർ കാറുമായി പുറത്തിറങ്ങുകയായിരുന്നെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. 4 ലാബ് ടെക്നീഷ്യന്മാർ അറസ്റ്റിലായിട്ടുണ്ട്. ആദിൽ പാലോട് അൽഫല സർവകലാശാലയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ആദിൽ പാലോട്, ചെങ്കോട്ട സ്ഫോടനവും അൽഫല സർവകലാശാലയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അന്വേഷണ സംഘം ഉറപ്പിക്കുകയാണോ? അൽഫല സർവകലാശാല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ NIA അന്വേഷണം നടക്കുന്നത്. സർവകലാശാലയിലേക്ക് ആദിൽ പാലോടും റിപ്പോർട്ടർ വാർത്താ സംഘവും എത്തിയിട്ടുണ്ട്. അവിടെ 4 ലാബ് ടെക്നീഷ്യന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിൽ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ, അതോടൊപ്പം വാഹനം, ഇതെല്ലാം അൽഫല സർവകലാശാലയുടെ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് എത്തിയത് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. i20 കാർ 1.5 ആഴ്ചയോളം കാലം ആ സർവകലാശാലയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം. സ്ഫോടന ദിവസം അൽഫലയിൽ നിന്നാണ് ആ കാർ പുറപ്പെട്ടു വന്നത് എന്നതുകൂടി കൂട്ടിയിണക്കിയാണോ അന്വേഷണം? ആദിൽ, ഉറപ്പായും അത് തന്നെയാണ്. ചെങ്കോട്ട ഭീകരാക്രമണത്തിന്, സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇപ്പോൾ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മളുള്ളത്. ഇവിടെ ഇപ്പോൾ നൽകുന്ന ഒരു വാർത്താക്കുറിപ്പാണ് എന്റെ കൈവശമുള്ളത്. ഏതായാലും അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 1997 സ്ഥാപിച്ചൊരു എഞ്ചിനീയറിംഗ് കോളേജ് പിന്നീട് ഒരു യൂണിവേഴ്സിറ്റിയായി മാറുകയായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. അത് 650 ബെഡുകളുള്ള ഒരു റിസർച്ച് സെന്ററും ഹോസ്പിറ്റലും ഉണ്ട് എന്ന ബോർഡ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അൽഫലാഹ് യൂണിവേഴ്സിറ്റി ഫരീദാബാദിലെ ഈ യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഭീകരാക്രമണത്തിന്റെ ആദ്യ ഘട്ടം തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജിയെ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസം 29-ാം തീയതി വാഹനം ഇവിടെ എത്തുന്നു. ഈ i20 കാർ, പൊട്ടിത്തെറിച്ച i20 കാർ പിന്നീട് 11 ദിവസം കിടന്നത് ഈ കെട്ടിടത്തിനുള്ളിലാണ്, ഈ കോമ്പൗണ്ടിനുള്ളിലാണ്. 76 ഏക്കർ വിസ്തൃതിയുള്ള ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. NIA അന്വേഷണ സംഘം ഉടൻ തന്നെ ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇപ്പോൾ ഹരിയാന, ജമ്മു കാശ്മീർ പോലീസുകളുടെ സംയുക്തമായിട്ടുള്ള പരിശോധന തുടരുകയാണ്. റിപ്പബ്ലിക് ദിനത്തിലും ദീപാവലി ദിനത്തിലും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതും ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ പദ്ധതിയിട്ടിരുന്നത് ഈ ഹോസ്പിറ്റലുമായി കേന്ദ്രീകരിച്ചാണ്, യൂണിവേഴ്സിറ്റിയുമായി കേന്ദ്രീകരിച്ചാണ് എന്നുള്ള കാര്യം ഉറപ്പായും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹോട്ട്സ്പോട്ട് എന്ന രൂപത്തിൽ തന്നെ ഈ അന്വേഷണത്തിലെ ഒരു ഹോട്ട്സ്പോട്ടായി ഈ ഹോസ്പിറ്റൽ കണക്കാക്കുന്നത്, പരിശോധനകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, 2 ഡോക്ടർമാരെയാണ് ഇവിടെ നിന്നും പിടികൂടിയത്. അൽഫലാഹ് ഹോസ്പിറ്റലിൽ നിന്ന് 2 ഡോക്ടർമാരെയാണ് ഈ വൈറ്റ് കോളർ മൊഡ്യൂൾ എന്ന് പറയുന്ന വൈറ്റ് കോളർ ഭീകരവാദ ശൃംഖലയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഡോക്ടർ മുസമ്മിലിനെ ഒക്ടോബർ 30-ാം തീയതി പിടികൂടുന്നു. 2500 കിലോ സ്ഫോടക വസ്തുക്കളാണ് അന്ന് പിടിച്ചെടുത്തത്. ഡോക്ടർ ഷഹീൻ വനിതാ ഡോക്ടറാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിംഗ് രൂപീകരിക്കാൻ ദൗത്യമുണ്ടായിരുന്ന വനിതാ ഡോക്ടർ ഷഹീൻ, അങ്ങനെ 2 ഡോക്ടർമാരെ ഇവിടെ നിന്ന് പിടികൂടുന്നു. പിന്നീട് ഡോക്ടർ ആദിൽ, ആ ഡോക്ടർ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തെ UP-യിൽ ലക്നൌവിനടുത്ത് നിന്നാണ് പിടികൂടുന്നത്. അങ്ങനെ 3 ഡോക്ടർമാരെ പിടികൂടുന്നു. 4ാമത്തെ ഈ നെക്സസിലുള്ള അവിശുദ്ധ സംഘത്തിലുള്ള ഭീകര സംഘത്തിലുള്ള 4ാമത്തെ ഡോക്ടറായിരുന്നു ഡോക്ടർ ഉമറിന്റെ വാഹനമാണ്, ഉമർ ഓടിച്ചിരുന്ന വാഹനമാണ് പൊട്ടിത്തെറിച്ചത് എന്ന് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നതാണ്. ഏതായാലും 70 ജീവനക്കാരെയാണ് ഇതിനുള്ളിൽ ചോദ്യം ചെയ്യുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പൽമാരടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്നവരും. NIA സംഘം കൂടി ഇവിടെ എത്തി ഈ എന്തൊക്കെ തരത്തിലുള്ള കൂടുതൽ ഡോക്ടർമാർ ഉൾപ്പെട്ടിരിക്കാൻ. ഡോക്ടർ ഭൂപീന്ദർ കൗർ ആനന്ദാണ് മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട്. ഡോക്ടർ ഭൂപീന്ദർ അടക്കം ഉള്ളവർ ഈ സർവകലാശാലയ്ക്ക് അൽഫല യൂണിവേഴ്സിറ്റി, അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ്. അൽഫല യൂണിവേഴ്സിറ്റിക്കൊന്നും ഈ സ്ഫോടനവുമായി ഒരു ബന്ധവുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് എന്നതടക്കം അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഇപ്പോൾ അൽഫല മെഡിക്കൽ കോളേജിൽ അവിടെ ഉണ്ടായിരുന്ന ജൂനിയർ റെസിഡന്റാണ് ഡോക്ടർ മുസമ്മിൽ ഗണ അടക്കമുള്ള ആളുകൾ, ഈ അറസ്റ്റിലായ കൂടുതൽ ആളുകൾ, അവരെക്കുറിച്ചൊന്നും മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള സൗഹൃദം പോലും ഉണ്ടായിരുന്നില്ല. അവരൊരു പ്രത്യേക വിഭാഗമായി തന്നെ നിൽക്കുകയായിരുന്നു എന്നാണോ അവിടെയുള്ള ആളുകൾ, ഇവരുടെ അതേ വിഭാഗത്തിൽ ജോലി ചെയ്തവരടക്കം പറയുന്നത്? പക്ഷേ അതിലൊരു വ്യത്യസ്തതയുണ്ട് സുജയ. നമ്മൾ ഇവിടെ എത്തുമ്പോൾ പലരോടും സംസാരിക്കുമ്പോഴും
അവർ മാന്യരായ ആളുകളാണ് എന്നുള്ളതാണ് പൊതുവിൽ ഇവിടെയുള്ളൊരു അവരെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്നതാണ്. പൊതുവിൽ ഒരു മാന്യരായ ആളുകളാണ് എന്നതാണ് പൊതുവിൽ ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്നതാണ് പിന്നീട് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുജയ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ കൊടുക്കുകയാണ്. യൂണിവേഴ്സിറ്റിക്കോ ഹോസ്പിറ്റലിനോ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു പങ്കുമില്ല. യൂണിവേഴ്സിറ്റിക്കുള്ളിൽ നിന്ന് ആ രൂപത്തിലുള്ള സ്ഫോടന വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുകയോ അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കമോ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുജയ പറഞ്ഞതുപോലെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ ഇവിടെ പ്രവർത്തിച്ചിരുന്ന 4 ഡോക്ടർമാരുടെ സംഘമാണ് ഭീകരാക്രമണങ്ങൾ പദ്ധതിയിട്ടത്. അതും ഇപ്പോഴുണ്ടായത് വളരെ താരതമ്യേന ഇവർ ഉദ്ദേശിച്ചതിൽ നിന്നും എത്രയോ ചെറുതാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. റിപ്പബ്ലിക് ദിനത്തിൽ ഒപ്പം ദീപാവലി ദിനത്തിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ രാജ്യ തലസ്ഥാനത്ത് സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നത് ഈ ആശുപത്രിയിൽ നിന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ 3 ഡോക്ടർമാർ ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ വലയത്തിലാണ്, കസ്റ്റഡിയിലാണ്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനൊപ്പം തന്നെ ഉമറും കൂടി ചേർത്താൽ 4 പേർ. ആ 4 പേരല്ല, അതിലേറെ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ കൂട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് NIA-യുടെ അന്വേഷണ സംഘം ഉടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഹരിയാന പോലീസിന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും ഇവിടെ പരിശോധന തുടർന്നു. ഇത് ഫരീദാബാദിൽ നിന്നും കുറച്ചുകൂടി മാറി ചെറിയൊരു ഭാഗമാണ്, ഒരു ഗ്രാമമേഖലയിലാണ്. 76 കിലോമീറ്റർ വിസ്തൃതിയിൽ ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. 1997 സ്ഥാപിക്കുന്ന യൂണിവേഴ്സിറ്റി 2014 സ്വകാര്യ യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ അംഗീകാരം ലഭിക്കുന്നു. പിന്നീട് ഇവിടെ മെഡിക്കൽ കോളേജ് 650 ബെഡുകളുള്ള മെഡിക്കൽ കോളേജ് സൗജന്യമായി പ്രവർത്തിക്കുന്നു, ആശുപത്രി പ്രവർത്തിക്കുന്നു. ഏതായാലും ഇതാണ് ഒരു ഹോട്ട്സ്പോട്ട് എന്ന രൂപത്തിൽ തന്നെ ഒരു സ്ലീപ്പർ സെല്ലായി പ്രവർത്തിച്ച ഒരു കേന്ദ്രം എന്ന് പറയാവുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റിയിലാണ് കാര്യങ്ങൾ ചർച്ചകൾ നടന്നിരുന്നത്. ഇവിടെയാണ് കാശ്മീരിൽ നിന്നുള്ള ഡോക്ടർമാർ, പ്രധാനമായും ഈ കാശ്മീരിൽ നിന്നുള്ള നിരവധി ഡോക്ടർമാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഡോക്ടർമാരായിട്ടും ഡോക്ടർമാരല്ലാത്ത മെഡിക്കൽ ജീവനക്കാരായിട്ടും നിരവധി പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നത്. സ്വാഭാവികമായും കൂടുതൽ ആളുകൾ കാണാനുള്ള, ഈ സംഘത്തിൽ കൂടുതൽ ആളുകൾ കാണാനുള്ള സാധ്യതയുണ്ട്. മൊഡ്യൂളിൽ ഇനി എത്ര പേർ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ കാറിൽ ഒപ്പമുണ്ടായിരുന്ന 2 പേർ എന്ന് പറഞ്ഞിരുന്നു. ആ 2 പേർ ഇപ്പോൾ എവിടെ? ഈ 3 പേരാണ് ആദ്യഘട്ടത്തിൽ കാറിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ഉമർ മാത്രമാണ് സ്ഫോടന സമയത്ത് കാറിലുണ്ടായിരുന്നത്. അങ്ങനെയിൽ ബാക്കി 2 പേർ എവിടെയെന്ന ചോദ്യമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചൊക്കെ ഇനി ഒരു വ്യക്തത വരണം. പോലീസ് വാഹനങ്ങൾ വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോലീസ് വാഹനം തുടർച്ചയായി പോലീസ് വാഹനങ്ങൾ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് വാഹനങ്ങൾ വരുന്നു. ഹരിയാന പോലീസിന്റെ വാഹനങ്ങളാണ്. ഹരിയാന ജമ്മു കാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിലും പരിശോധനയും തുടരുന്നത്. ഹരിയാന സ്പെഷ്യൽ ടീമാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്, തെരച്ചിലുകൾക്ക് നേതൃത്വം നൽകുന്നത്. സുജയ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നു, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുകയും ഇവിടെ ആകെ പരിശോധന നടത്തുകയും ചെയ്യുകയാണ്. അൽ-ഫലാഹ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ പേർക്ക് ഇവരെ കുറിച്ച് അറിയുമോ എന്നതുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആദിൽ പാലോട്.